കൊച്ചി കളമശ്ശേരി HMT ജംഗ്ഷന് സമീപം പുരുഷന്റെ മൃതദേഹം കണ്ടെത്തി. കുവൈറ്റിൽ നിന്ന് നാട് കടത്തപ്പെട്ട് കൊച്ചിയിലെത്തിയ സൂരജ് ലാമയുടേതാണ് മൃതദേഹമെന്നാണ് സംശയം. സൂരജ് ലാമയെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം നടത്തി വരികയായിരുന്നു. ഉമേഷ് ചേരുന്നു. ഉമേഷ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഷമ്മി, ഇന്ന് രാവിലെയാണ് ഈ മൃതദേഹം കണ്ടെത്തിയത്. കളമശ്ശേരി HMTക്ക് സമീപമാണ്. HMT കമ്പനിയുടെ അടുത്താണ് ഈ ഒഴിഞ്ഞ പ്രദേശം, ആളൊഴിഞ്ഞ പ്രദേശമാണ്. അതിനകത്താണ് ഈ മൃതദേഹമുള്ളത്. ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ താഴ്ചയുള്ള പ്രദേശമാണ്. ഏതാണ്ട് 10 മീറ്ററോളം താഴെയാണ് ഈ മൃതദേഹം കിടക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ പോലീസ് അടക്കം എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇൻക്വസ്റ്റ് അടക്കമുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ഇത് ഈ ബംഗളൂരു സ്വദേശിയായ സൂരജ് ലാമ വ്യവസായിയായിരുന്നു. കുവൈറ്റിലടക്കം ബിസിനസ് ചെയ്യുന്ന സൂരജ് ലാമ, ഈ സൂരജ് ലാമയുടെ മൃതദേഹമാണ് ഇത് എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. കാരണം കഴിഞ്ഞ ഒക്ടോബറിൽ കഴിഞ്ഞ ആഗസ്റ്റിൽ സൂരജ് ലാമ കൊച്ചിയിൽ എത്തിയിരുന്നു. ഇവിടെ മദ്യദുരന്തമുണ്ടായി. ഈ വ്യാജ മദ്യദുരന്തത്തിൽ ഒരുപാട് പേർ ഇരയാക്കപ്പെട്ടിരുന്നു. ഇന്ത്യക്കാർ ഉൾപ്പെടെ നിരവധി പേർ മരിച്ചു. പലർക്കും ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ഇങ്ങനെ ഈ പരിക്കേറ്റവരുടെ കൂട്ടത്തിൽ സൂരജ് ലാമയും ഉണ്ടായിരുന്നു. സൂരജ് ലാമയ്ക്ക് പരിക്കേറ്റത് ഇദ്ദേഹത്തിൻ്റെ ഓർമ്മ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. തീർത്തും ഓർമ്മ നഷ്ടപ്പെട്ട നിലയിൽ അവിടെ ആശുപത്രിയിലായിരുന്ന സൂരജ് ലാമയെ പിന്നീട് അവിടെ നിന്ന് നാട് കടത്തുകയാണ് ഉണ്ടായത്. കൊച്ചിയിലേക്കാണ് ഈ സൂരജ് ലാമയെ അവർ അവിടെ നിന്ന് നാട് കടത്തിയത്. കൊച്ചിയിൽ ഇവിടെ എത്തിയ ശേഷം പലയിടത്തും അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയായിരുന്നു. ഇത് പിന്നീട് ഇദ്ദേഹത്തിൻ്റെ മകൻ ഉൾപ്പെടെ വിവരം അറിഞ്ഞു. അദ്ദേഹത്തിൻ്റെ പിതാവിനെ കണ്ടെത്താനായി പരിശോധന നടത്തി. കൊച്ചിയിലും പരിശോധന നടത്തി. പക്ഷേ ഈ സൂരജ് ലാമയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയിലടക്കം ഹേബിയസ് കോർപ്പസ് ഹർജി ഈ സൂരജ് ലാമയുടെ മകൻ സമർപ്പിക്കുകയുണ്ടായി. ആ ഹേബിയസ് കോർപ്പസ് ഹർജി പരിഗണിച്ച ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സൂരജ് ലാമയെ കണ്ടെത്താനായി ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകി. ആ അന്വേഷണ സംഘം സൂരജ് ലാമയെ കണ്ടെത്താൻ വേണ്ടി അന്വേഷണം നടത്തുന്നതിനിടയിലാണ് ഇപ്പോൾ ഒരു പുരുഷൻ്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ഈ മൃതദേഹം തിരച്ചിലിനൊക്കെയായി ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ അടക്കം സഹായം പോലീസ് തേടിയിരുന്നു. അങ്ങനെ ഫയർ ആൻഡ് റെസ്ക്യൂവിന് കീഴിലുള്ള സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് അവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ മൃതദേഹം ഈ HMTക്ക് സമീപം ഉള്ളതായി കണ്ടെത്തുകയും അത് അക്കാര്യം പോലീസിനെ അറിയിക്കുകയും ചെയ്തു. അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇപ്പോൾ വന്ന് പരിശോധന നടത്തുകയാണ്. ഈ മൃതദേഹത്തിന് ഏതാണ്ട് 1 മാസത്തോളം പഴക്കമുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. കാരണം സൂരജ് ലാമ ഇവിടെ എത്തിയിട്ട് തന്നെ കൊച്ചിയിലെത്തി എന്ന് പറയുന്ന ആ ദിവസം മുതൽ കണക്കാക്കുമ്പോൾ തന്നെ ഏതാണ്ട് 3-4 മാസത്തോളം ആകാറായി. ഇതിനിടയിൽ പലയിടത്തും പല CCTV ദൃശ്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ കണ്ടെത്തിയിരുന്നു. പക്ഷേ എവിടെയാണ് എന്നുള്ളത് സംബന്ധിച്ച് ആർക്കും ഒരു വിവരവും ഇല്ലായിരുന്നു. ഇതിനിടയിലാണ് ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു പരിശോധനയിൽ ഒരു മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. സൂരജ് ലാമയുടേതാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ പോലീസ് സംശയിക്കുന്നത്. എന്തായാലും ഇനി ശാസ്ത്രീയ പരിശോധനയടക്കം നടത്തി അത് മൃതദേഹം DNA പരിശോധനയടക്കം നടത്തി അത് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ ഇൻക്വസ്റ്റ് അടക്കമുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്.